നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. നിങ്ങളുടെ കമന്റുകൾക്കും ലൈക്കും ഷെയറിനും എല്ലാം വളരെയധികം നന്ദി. വേറൊരു കാര്യം എനിക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ഇത് പബ്ലിക് ചാനലാണ്. എത്ര പേര് ആരെല്ലാം കാണും. നമ്മൾ വിചാരിക്കും നമ്മളെ മനസ്സിലാവുന്നില്ല എന്ന ആളുകൾക്ക്, പക്ഷെ ചിലർക്ക് നമ്മളെ മനസ്സിലാവും. അപ്പൊ നിങ്ങൾ കമന്റ് ഇടുമ്പോൾ നിങ്ങളുടെ പേരോ വ്യക്തിയുടെ പേരോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇടരുത് കേട്ടോ. പബ്ലിക് സൈറ്റ് ആണ്, അത് ഓർക്കണം നിങ്ങൾ. ഓൾറൈറ്റ്, അപ്പോ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇത് ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. അപ്പോൾ എത്ര പേർക്ക് റെസനേറ്റ് ചെയ്യുന്നുണ്ട്, എത്ര പേർക്ക് റെസനേറ്റ് ചെയ്യുന്നില്ല എന്നൊന്ന് പറയണം. കമന്റ് ഇടാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് ഇട്ടേക്കണം. റെസനേറ്റ് ചെയ്തില്ലെങ്കിൽ എനിക്ക് ഒട്ടും റെസനേറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞോളൂ. റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ റെസനേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയണം. എനിക്കൊരു അപ്പൊ അതിനനുസരിച്ച് എനിക്ക് റീഡിങ്ങിന്റെ ആ ഒരു ഇത് മാറ്റാൻ പറ്റും. അതുകൊണ്ടാണ് ജനറൽ റീഡിംഗ് ആണെന്ന് ഓർക്കണം. എത്ര റെസനേറ്റ് ചെയ്താലും നിങ്ങൾ ഇത് കണ്ടിട്ട്, ജനറൽ റീഡിംഗ് കണ്ടിട്ട് ഒരു ഡിസിഷനും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചോ നിങ്ങളുടെ വ്യക്തിയെ കുറിച്ചോ നിങ്ങളുടെ സാഹചര്യങ്ങളെ കുറിച്ചോ ഒന്നും തീരുമാനങ്ങൾ എടുക്കരുത് കേട്ടോ. നമ്മൾ ഓറക്കിൾ മെസ്സേജിലേക്കാണ് പോകുന്നത്. ഭഗവാനെ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഭഗവാനെ, ഇനി കാർഡ്സ് എല്ലാം വരുന്നുണ്ടോ എന്ന് നോക്കാം. ഭഗവാനെ, ഓം നമ ശിവായ. ഇത്രയും കാർഡേ ഉള്ളൂ എന്ന് തോന്നുന്നുണ്ട്. കുറച്ച് അധികം കാർഡ്സ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോ ഈ കാർഡ്സ് ഏതൊക്കെയാന്ന് നോക്കാം. സീസ് ദ മൊമെന്റ്, എക്സിക്യൂട്ട് യുവർ പ്ലാൻസ് ഫോർ സക്സസ്. നിങ്ങളിപ്പോ ഈ കിട്ടിയ ചാൻസ് നിങ്ങൾ യൂസ് ചെയ്യണം. സക്സസ്ഫുൾ ആകും എന്ന് പറയുന്നുണ്ട്. പിന്നെ ചിലർക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടത്തിയെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിന്റെ അനുഗ്രഹം വേണ്ടി വരും. അതുകൊണ്ട് തന്നെ ദൈവത്തിനോട് പ്രാർത്ഥിക്കണം, ഭഗവാനെ സഹായിക്കണേ, അനുഗ്രഹിക്കണേ എന്ന് കേട്ടോ. ദൈവം, നിങ്ങൾ ആരോടാണോ പ്രാർത്ഥിക്കുന്നത്, നിങ്ങൾക്ക് വിശ്വാസമുള്ള ആ ഒരു ശക്തി, അതിനോട് പ്രാർത്ഥിക്കണം. പിന്നെ മിസ്യൂസ് ഓഫ് പവർ, നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടി ഉപയോഗിക്കരുതെന്ന് പറയുന്നുണ്ട് ഇവിടെ. അതെന്താന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മളുടെ വാക്ക് കേൾക്കുന്ന നമ്മളുടെ വ്യക്തി, അപ്പൊ അവരുടെ വീട്ടുകാരെ എതിർക്കാനെല്ലാം ഒരു അവസരം നമ്മളായിട്ട് ഉണ്ടാക്കരുത്. മനസ്സിലായോ? ചെയ്യുന്നില്ലായിരിക്കാം, നിങ്ങൾ ചിലർ ചെയ്യുന്നുണ്ടാവാം അറിയാതെ. അപ്പൊ അതൊന്നും ചെയ്യരുതെന്നാണ് പറയുന്നത്. കാരണം അത് നമ്മൾ ഫ്യൂച്ചറിൽ നമുക്ക് തന്നെ ഒരു പണിയായിട്ട് മാറും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോ നമുക്ക് തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ എനർജി എന്താന്ന് നോക്കാം. നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ എനർജി എന്താണ്? ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ഇപ്പോഴത്തെ എനർജി എന്താണ്? ഹെയറോഫാന്റ്, ഇത് മാരീഡ് ആണല്ലോ അവര്. തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും കല്യാണം കഴിച്ചവരാണ്, അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഇത് വളരെ സീരിയസ് ആയ ഒരു റിലേഷൻഷിപ്പ് ആണ്. തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ. ഇത് ടോറസ് സോഡിയാക് സൈൻ ആണ്. എന്തുകൊണ്ടാണ് ഈ ടോറസ്? ഇത് ട്രഡിഷന്റെ ഒരു കാർഡാണ്. പഴമ ആഗ്രഹിക്കുന്ന ഒരു എനർജി, മനസ്സിലായോ? അതുപോലെ തന്നെ ട്രഡിഷൻ കസ്റ്റംസ്, കസ്റ്റംസ് എന്ന് പറഞ്ഞാല് നമ്മൾ ഫോളോ ചെയ്യുന്ന രീതി, ജീവിത രീതി, നമ്മൾ ഏത് മതത്തിലാണോ വിശ്വസിക്കുന്ന അത്, പിന്നെ ആ മതം എങ്ങനെയാണ് അവരുടെ ചടങ്ങുകൾ നടത്തുന്നത്, അപ്പൊ അതിലൊക്കെ ഭയങ്കരമായ വിശ്വസിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ ഈ വ്യക്തി എന്നാണ് പറയുന്നത്. അപ്പൊ വിവാഹം കഴിച്ച ഒരാളാണ്, സ്ത്രീയോ പുരുഷനോ ആയിക്കോട്ടെ. അപ്പോ അതിനകത്ത് പക്ഷെ ഹാപ്പി അല്ല. തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ വ്യക്തി ഹാപ്പി അല്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ 7 ഓഫ് പെന്റക്കിൾസ് കാണിക്കുന്നുണ്ട്. അത് അപ്രൈറ്റ് വന്നത് കൊണ്ട് ഇപ്പോഴും ഈ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഇപ്പോഴും അവര് ഉപേക്ഷിച്ചിട്ടില്ല റിലേഷൻഷിപ്പ്. ആ റിലേഷൻഷിപ്പിൽ ഇപ്പോഴും അവര് വർക്ക് ചെയ്യുന്നുണ്ട്. റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കാൻ തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഭാര്യയും ഭർത്താവും ആണെങ്കിൽ ഇവര് ഹാപ്പി അല്ലെങ്കിൽ ചിലപ്പോൾ ഇവർക്ക് കുട്ടികൾ ഉള്ളത് കൊണ്ട് അവർക്ക് വേണ്ടിയിട്ടായിരിക്കും ഇവർ ഒരുമിച്ച് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് പിരിഞ്ഞു പോകാൻ പറ്റില്ല. ഈ റിലേഷൻഷിപ്പ് ഇപ്പോഴും ആക്റ്റീവ് ആണ്.
ഇപ്പോഴും ഇവര് മാരീഡ് ആണ് അല്ലെങ്കിൽ കമ്മിറ്റഡ് ആണ്, അതിൽ നിന്ന് മാറിയിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. അപ്പൊ അതാണ് തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള എനർജി, റിലേഷൻഷിപ്പിന്റെ എനർജി. ഇനി ഇതിനകത്ത് നിങ്ങളുടെ വ്യക്തിയുടെ എനർജി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ വ്യക്തിയുടെ എനർജി നമ്മൾ ചോദിച്ചപ്പോ 9 ഓഫ് സ്വേർഡ്സ് ആണ് വന്നിട്ടുള്ളത്. 9 ഓഫ് സ്വേർഡ്സ് അക്വാരിയസ്, ലിബ്ര, ജെമിനി ആണ്. 9 ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം ആദി പിടിച്ച് പ്രശ്നങ്ങളുള്ള, രാത്രി ഉറക്കമില്ലാത്ത ഒരു വ്യക്തിയാണ്. അപ്പൊ ഇവരുടെ ബന്ധത്തില് അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടെന്നാണ് പറയുന്നത്. വ്യക്തിക്ക് രാത്രി ഉറക്കമില്ല കേട്ടോ. അപ്പോ അത്രയും പ്രശ്നങ്ങളിൽ നിൽക്കുന്ന ഒരാളായിട്ടാണ് ഈ വ്യക്തി കാണുന്നത്. ഭയങ്കര ആങ്സൈറ്റി ഉണ്ട്, ഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ട്, ചിന്തകൾ കൊണ്ടിട്ട് രാത്രി വ്യക്തിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അത് ഈ വ്യക്തിയുടെ ബന്ധത്തിന്റെ തേർഡ് പാർട്ടിയുമായിട്ടുള്ള കണക്ഷൻ കൊണ്ടുമാകാം, അതല്ലാതെ ജോലി പ്രശ്നമാകാം, ഈ വ്യക്തിയുടെ സ്വതവേയുള്ള ഒരു സ്വഭാവമാകാം. എന്തൊക്കെയോ ഈ വ്യക്തിക്ക് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിനെ ക്ലാരിഫൈ ചെയ്യുന്നത് 6 ഓഫ് കപ്സ് ആണ്. 6 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ നൊസ്റ്റാൾജിക് ഫീലിംഗ്, അതുപോലെ തന്നെ വീൽ ഓഫ് ഫോർച്യൂൺ. അപ്പൊ നിങ്ങളുടെ വ്യക്തി ഇപ്പൊ ഇവരുടെ അവസ്ഥ, ചിലപ്പോ തേർഡ് പാർട്ടിയോടുള്ള കണക്ഷൻ ഉപേക്ഷിക്കണമെന്ന് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടാവാം, അവരുമായിട്ട് അത്ര വലിയ ഹാപ്പി അല്ല. അപ്പോ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിനെ കുറിച്ച് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് എപ്പോഴും കേട്ടോ. അതുപോലെ തന്നെ ഇതാണ് ഈ വ്യക്തിയുടെ ഉറക്കം കെടുത്തുന്നത്. നിങ്ങളുമായിട്ട് എങ്ങനെ കോണ്ടാക്ട് ചെയ്യാം, നിങ്ങളുമായിട്ട് എങ്ങനെ ഒരുമിച്ച് ജീവിക്കാം. കാരണം ഇവിടെ റെസ്പോൺസിബിലിറ്റീസ് കൊണ്ട് പൊറുതിമിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ വ്യക്തി. അപ്പോ ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ സമയം മാറണം, നിങ്ങളുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് വെക്കണമെന്ന് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. തേർഡ് പാർട്ടിയിൽ നിന്ന് ഒഴിഞ്ഞു പോരണമെന്ന് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. എത്രത്തോളം അതിന് കഴിയുമെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് ഇത് ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ ആണ്. ഇത് ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ഇത് അക്വേറിയസ്, ലിബ്ര, ജെമിനി ആണ്. അപ്പോ ഇവര് തമ്മിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോ ഇവര് തമ്മിലുള്ള അവസ്ഥ എന്താണ്? ഇവര് തമ്മിലുള്ള അവസ്ഥ നമ്മൾ ചോദിക്കുമ്പോ കുറച്ചധികം കാർഡ് വന്നിട്ടുണ്ട്. ഏസ് ഓഫ് കപ്സ്, ഇത് ലവ് മാരേജ് ആണ്. ഇവര് തമ്മിൽ സ്നേഹിച്ച് വിവാഹം കഴിച്ചവരാണ്. പക്ഷെ പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങി, വ്യക്തി വേറെ ബന്ധങ്ങളിലേക്ക് പോകാൻ തുടങ്ങി. പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങിയപ്പോ നിങ്ങളുടെ വ്യക്തി പല റിലേഷൻഷിപ്പിലേക്ക് പോകാൻ തുടങ്ങി, എന്ന് വെച്ചാൽ വിവാഹേതര ബന്ധങ്ങളിൽ ഏർപ്പെടാൻ തുടങ്ങി. അപ്പോ ഈ തേർഡ് പാർട്ടി അറിയാതെ ചില കാര്യങ്ങള്, ചില സമയത്ത് തേർഡ് പാർട്ടിയോട് ഈ വ്യക്തി അവരുടെ വഴിവിട്ട ബന്ധങ്ങളെ കുറിച്ച് പറയാറുണ്ടായിരുന്നു, മനസ്സിലായോ, നേരത്തെ. അപ്പോ ഭാര്യയോടോ ഭർത്താവിനോടോ അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ടിനോടോ ബോയ് ഫ്രണ്ടിനോടോ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ചും ഇവര് തമ്മിൽ ഡിസ്കസ് ചെയ്യാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നീട് അത് പ്രശ്നമായി. കാരണം ഈ വ്യക്തി ആദ്യമൊക്കെ ഈ വ്യക്തിയുടെ ആരാണോ കൂടെയുള്ള ലീഗൽ പാർട്ട്ണർ, അവര് വിചാരിച്ചിട്ടുണ്ടാവും ഈ സ്വഭാവം മാറുമെന്ന്. പക്ഷെ മാറുന്നില്ല ഈ സ്വഭാവം ഈ വ്യക്തിയുടെ. അപ്പൊ അത് അവർക്കൊരു ബുദ്ധിമുട്ടായി. അപ്പോ പിന്നീട് പ്രശ്നങ്ങൾ വഷളായപ്പോ ഇവര് പിന്നെ നിങ്ങളുടെ വ്യക്തി ധൈര്യമായിട്ട് ഇറങ്ങാൻ തുടങ്ങി. പിന്നെ തേർഡ് പാർട്ടിയോട് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് സംസാരിക്കാറില്ല. ഇപ്പോ നിങ്ങളുടെ വ്യക്തി ഭയങ്കര സ്ട്രോങ് ആണെന്നാണ് പറയുന്നത്. എന്നാലും തേർഡ് പാർട്ടിയെ പറഞ്ഞു പറ്റിക്കുന്നുണ്ട്. കാരണം ലീഗൽ പാർട്ട്ണർ ആയതുകൊണ്ട് ഇവര് ഡിവോഴ്സിനെല്ലാം പോയി കഴിഞ്ഞാൽ ഭയങ്കര പണിയാവും, ആൾക്കാരെല്ലാം അറിയും, കുട്ടികൾ അറിയും. അപ്പൊ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവുമെന്ന് നിങ്ങളുടെ വ്യക്തിക്ക് അറിയാം. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വ്യക്തി ഇപ്പോ തേർഡ് പാർട്ടി അറിയാതെയാണ് നിങ്ങളുമായിട്ടുള്ള ബന്ധം വെച്ച് പുലർത്തുന്നത്. അതുപോലെ തന്നെ ഈ വ്യക്തി ഇവരുടെ ലീഗൽ റിലേഷൻഷിപ്പ്, അതിൽ കുറെ ബന്ധുക്കളൊക്കെ ഉണ്ട്. അപ്പൊ ഇവരുടെ ചിലപ്പോ ആസറ്റ്സ് ഒക്കെ എന്ന് വെച്ചാൽ സ്വത്തും പണവും എല്ലാം ഈ ഫാമിലിയുമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെയും പിണക്കാൻ പറ്റില്ല ഈ വ്യക്തിക്ക്. അപ്പൊ വളരെ സമർത്ഥമായിട്ട് എല്ലാവരെയും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ വ്യക്തി എന്നാണ് പറയുന്നത്. അത് അവര് നിങ്ങളുമായിട്ടുള്ള ബന്ധം ഇവരുടെ ഫാമിലിയും ബന്ധുക്കളും അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ ലവ് മാരേജ് ആണ്. ലവ് മാരേജ് എന്ന് പറയുമ്പോൾ നമ്മൾ പിടിച്ചു കെട്ടിച്ചതല്ലല്ലോ, ഇഷ്ടപ്പെട്ട് കെട്ടുന്നതാണ്. അവിടെ വേറൊരു പ്രശ്നമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇവർ ആദ്യം ഫ്രണ്ട്സ് പോലെ ആയിരുന്നത് കൊണ്ടാണ് ഇവര് തുറന്നു പറഞ്ഞിരുന്നത്. നിങ്ങളുടെ വ്യക്തി ഇപ്പൊ ഒന്നും പറയുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ വ്യക്തി ഇവരുടെ റിലേഷൻഷിപ്പ്, ഇപ്പൊ തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇനിയും വഷളാകാനില്ല എന്നാണ് പറയുന്നത്. ഇവര് ഫാമിലിയിൽ ഒരുമിച്ചാണെങ്കിലും മനസ്സുകൊണ്ട് രണ്ട് തലത്തിൽ നിൽക്കുന്ന രണ്ടുപേരാണ്. ഇവിടെ എല്ലാം വളരെ മന്ദഗതിയിലാണ്. ഒരു കാര്യത്തിലും ഈ വ്യക്തി കാര്യമായിട്ട് ഇടപെടുന്നില്ല ഇവരുടെ ഫാമിലി ഇഷ്യൂസിലൊന്നും.
അപ്പോ ഇവിടെ കുറെ ചതിയും വഞ്ചനയൊക്കെ ഉണ്ടായിരുന്നു. ഇവരുടെ ലീഗൽ പാർട്ട്ണർ അറിഞ്ഞു, കുറെയൊക്കെ ഫൈറ്റ് ചെയ്തു. ഇപ്പൊ അവരും കൈവിട്ട പോലെയാണ്. അപ്പോ ബന്ധമുണ്ട്, പക്ഷെ ആരുടെയും റെസ്ട്രിക്ഷൻ ഈ വ്യക്തിയുടെ മേത്ത് വരുന്നില്ലെങ്കിലും ഈ വ്യക്തി വളരെ ശ്രദ്ധിച്ചാണ് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് കാണിക്കുന്നത്. ഞാനിത് നിങ്ങളുടെ കാര്യം പറയുന്നത് തേർഡ് പാർട്ടി വ്യക്തിയുടെ ലീഗൽ പാർട്ട്ണറാണ്. അപ്പോ നിങ്ങളാണ് വ്യക്തിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ വിവാഹം കഴിക്കാനും സ്ട്രോങ് ആയ റിലേഷൻഷിപ്പ് കൊണ്ടുപോകാനും വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ലീഗലി വേറൊരാളുടെ ഭർത്താവോ ഭാര്യയോ ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത്, അല്ലെങ്കിൽ വളരെ സീരിയസ് ആയ റിലേഷൻഷിപ്പിലാണ് ഈ വ്യക്തി എന്നാണ് പറയുന്നത്. ആയിരുന്നു, അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് കയറുന്നതിന് മുമ്പേ, ഈ റിലേഷൻഷിപ്പിൽ കയറുന്നതിന് മുമ്പേ ഈ വ്യക്തി ഓൾറെഡി കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലായിരുന്നു, അല്ലെങ്കിൽ മാരീഡ് ആയിരുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. ഇവിടെ ജെമിനായി കാണിക്കുന്നുണ്ട്. ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, Aquarius, Libra, Gemini, Aquarius, Libra, Gemini, Cancer, Pisces, Scorpio, Gemini, Taurus, Virgo, Capricorn, Aquarius, Libra, Gemini, Aries, Leo, Sagittarius. ഇവിടെ ഒരു കാര്യം കാണിക്കുന്നത്, വളരെയധികം സ്നേഹിച്ചിരുന്നു നിങ്ങളുടെ വ്യക്തി ഈ തേർഡ് പാർട്ടിയെ. അപ്പോ കുറെയൊക്കെ വ്യക്തി അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കി എന്നാണ് പറയുന്നത്. പക്ഷേ ഒരു തരത്തിലും തേർഡ് പാർട്ടിയായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവര് എന്താ പ്രശ്നം എന്ന് ഞാൻ നോക്കുന്നില്ല, പക്ഷെ അവര് തമ്മിൽ ഭയങ്കര പ്രശ്നം വിവാഹത്തിന് ശേഷം തുടങ്ങി. അവരുടെ തേർഡ് പാർട്ടിയുടെ ശരിക്കുള്ള സ്വഭാവം അവർ കാണിച്ചു തുടങ്ങിയത് വിവാഹത്തിന് ശേഷമോ അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റ് കഴിഞ്ഞപ്പോഴോ എൻഗേജ്മെന്റ് കഴിഞ്ഞപ്പോഴോ ഒക്കെയാണ് കാണിച്ചു തുടങ്ങിയത്. അപ്പൊ കുറെയൊക്കെ നിങ്ങളുടെ വ്യക്തി അവഗണിച്ചു, അത് കണ്ടില്ല എന്ന് നടിക്കുകയാണ് ചെയ്തത്. പിന്നെ ഗത്യന്തരമില്ലാതെ വന്നപ്പോൾ, ഒരു സമാധാനമില്ലാത്ത സിറ്റുവേഷൻ ആയപ്പോഴാണ് വ്യക്തി ആ റിലേഷൻഷിപ്പിൽ നിന്ന് വേറൊരു റിലേഷൻഷിപ്പിലേക്ക് പോകാനുള്ള ആഗ്രഹം വെച്ചിട്ട് പിന്നെ അന്വേഷണം തുടങ്ങിയത്. അപ്പൊ നിങ്ങളാണോ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ചെന്ന് കയറിയത്, അതോ വ്യക്തിയാണോ നിങ്ങൾ അന്വേഷിച്ച് വന്നതെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ഇതാണ് ഇപ്പൊ വ്യക്തിയുടെ സിറ്റുവേഷൻ. അപ്പോ എന്താണ് തേർഡ് പാർട്ടിയോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ്, എന്താണ് നിങ്ങളുടെ വ്യക്തിക്ക്? ഇവര് ഭയങ്കര പൈസയുള്ള ഒരു സ്ത്രീയാണ്, പുരുഷനാണ്, സ്ത്രീ ആയാലും പുരുഷനായാലും. അപ്പൊ ഭയങ്കര പൈസ ഉണ്ട്, ഇവരുടെ കൺട്രോളിലാണ് ഫിനാൻഷ്യൽ സിറ്റുവേഷൻ. നല്ല സ്വത്തും പണമുള്ള നല്ല കുടുംബത്തില് ഭയങ്കര വലിയ ഫാമിലിയിൽ നിന്നാണ് ഒരാളെയാണ് നിങ്ങളുടെ വ്യക്തി കല്യാണം കഴിച്ചത്. അപ്പൊ വ്യക്തി ചിലപ്പോ അത്ര വലിയ ഹൈ സ്റ്റേറ്റസിൽ ആയിരിക്കില്ല, പക്ഷെ ഇവര് നല്ല പണവും പ്രതാപവുമുള്ള ഒരു ഫാമിലിയിൽ നിന്നായിരുന്നു. അവരെ ഈ വ്യക്തിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. വ്യക്തി കുട്ടികളെല്ലാം ആയപ്പോ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. പിന്നീടാണ് അവരുടെ സ്വഭാവം പിന്നീടാണ് അവരുടെ ശരിക്കുള്ള സ്വഭാവം ഇവര് കാണിക്കാൻ തുടങ്ങിയത്. എന്ന് വെച്ചാൽ ഭയങ്കര ഷോ ഓഫ് ആയ ഒരു സ്ത്രീയാണ്. അപ്പൊ ഇതെല്ലാം കണ്ടിട്ടാണ് നിങ്ങളുടെ വ്യക്തി ആദ്യം അട്രാക്റ്റഡ് ആയത്. പിന്നീട് അടുത്തറിഞ്ഞപ്പോഴാണ് ഇവരെ വിശ്വസിക്കാൻ കൊള്ളില്ല. ഇവര് പുറംപൂച്ചാണ് ഈ കാണിക്കുന്നത്. ഉള്ളു മുഴുവൻ ഇവരുടെ ദുഷിപ്പാണ്, ഇവരുടെ ഉള്ളു മുഴുവൻ അസൂയയും കുശുമ്പുമാണ്. ഭയങ്കര ഇൻസെക്യൂരിറ്റി ഉള്ള ഒരു എനർജിയാണ് ഇവര്, സ്ത്രീ ആയാലും പുരുഷനായാലും പുറമേ കാണിക്കുന്നത്. അപ്പൊ ഭയങ്കരമായിട്ട് മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന, ഭയങ്കരമായിട്ട് വഴക്ക് പറയുന്ന, അസഭ്യം പറയുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ വ്യക്തിയുടെ കൂടെ ഉള്ളത് തേർഡ് പാർട്ടി. അപ്പൊ അതുകൊണ്ട് തന്നെ, അതുമല്ല ഇവര് വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കണം. ഇത് അവരുടെ പല സ്വഭാവങ്ങളാണ് ഈ കാണിക്കുന്നത്. അവര് വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കണം, അങ്ങനത്തെ ഒരു ചാഠ്യമുള്ള ഒരു എനർജി ആയിട്ടാണ് നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിയെ കാണുന്നതെന്നാണ് പറയുന്നത്. ടോറസ്, ലീബ്ര, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, അക്വേറിയസ്, ലിബ്ര, ജെമിനി. ഈ വ്യക്തി കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ അഭിനയിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ വളരെ ഹാപ്പി ആണെന്ന്. ആദ്യമൊക്കെ സന്തോഷമായിരുന്നു, പിന്നീടാണ് ചിലപ്പോൾ ഇവരുടെ ഫാമിലിയും കയറി ഇടപെടാൻ തുടങ്ങിയിട്ടുണ്ടാവാം. ഇവരുടെ അമ്മയോ അങ്ങനെ ആരോ, ചേച്ചിയോ ആരോ, നല്ല പ്രൗഢിയുള്ള ഒരു എനർജിയാണ്. അവര് ചേച്ചിയോ ചേട്ടനോ അച്ഛനോ ആരോ ഒക്കെ കയറി റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴാണ്. അതുപോലെ നിങ്ങളുടെ വ്യക്തിക്ക് ഒരു വിലയില്ലാത്ത പോലെയാണ് അവിടെ കാണിക്കുന്നത്. അപ്പൊ എന്ത് തീരുമാനമാണ് ഇത്? അത് നമ്മൾ കണ്ടു, ഈ വ്യക്തി തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. എന്ത് തീരുമാനമാണ് എടുത്തിരിക്കുന്നത് എന്നാണ് നമ്മൾ ചോദിച്ചത്. അപ്പോൾ ഈ വ്യക്തിക്ക് തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരു വിശ്വാസവും ഇല്ല, മനസ്സിലായോ? അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് നിങ്ങൾ കുറെ നാളായിട്ട് പറയുന്നുണ്ടാവാം വിവാഹത്തിന്റെ കാര്യം, നിങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കാം എന്നൊക്കെ നിങ്ങൾ പറഞ്ഞെങ്കിലും വ്യക്തി അതൊന്നും ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അവസാനം ഈ വ്യക്തി ഭയങ്കര കടുംപിടുത്തമായിരുന്നു. എന്റെ ഫാമിലിയാണ്, കുട്ടികൾ അങ്ങനെ വിചാരിക്കും ഇങ്ങനെ വിചാരിക്കും എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരാള് പക്ഷെ ഇപ്പോ നിങ്ങളുടെ വഴിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പൊ കുറച്ചൊന്ന് സ്ട്രോങ് ആയ സ്വഭാവം, കുറച്ച് അയവ് വന്നിട്ടുണ്ട്. ഈ വ്യക്തി ശരിക്കും തേർഡ് പാർട്ടിയെ ഉപേക്ഷിക്കാനും നിങ്ങളുടെ കൂടെ വന്ന് ജീവിക്കാനും ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇത് സ്റ്റാർ കാർഡാണ്, റിവേഴ്സ് ആണ്, അക്വാരിയസ് ആണിത്.
ഇത് ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ. കുറച്ചൊരു അയവ് വന്നിട്ടുണ്ട്. എന്നാലും എത്രത്തോളം ഡിസിഷൻ ഒരു അവിടെ അങ്ങോട്ട് എടുത്തിട്ടില്ല കംപ്ലീറ്റ് ആയിട്ട്. എന്നാലും ആ ഒരു ചിന്തയെല്ലാം മനസ്സിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല ഈ റിലേഷൻഷിപ്പിൽ. എനിക്ക് നിങ്ങളുടെ കൂടെ തേർഡ് പാർട്ടി തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. എനിക്ക് ആകെ കൂടെ ഉള്ള ഒരു ജീവിതമാണ്. അപ്പൊ എന്തായാലും ഇവിടെ എനിക്ക് സന്തോഷമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ റിലേഷൻഷിപ്പ് ഉപേക്ഷിക്കുകയാണെന്നാണ് ഇപ്പൊ തൽക്കാലത്തേക്ക് ഈ വ്യക്തി പറയുന്നത്. പക്ഷെ ഈ വ്യക്തിക്ക് ഇത് സക്സസ്ഫുൾ ആകുമോ എന്നൊരു സംശയമുണ്ട്. കാരണം അവിടെ കുറെ അവിടാണ് ഈ വ്യക്തി ഫൈറ്റ് ചെയ്യേണ്ടി വരാൻ പോകുന്നത്. അപ്പൊ എത്രത്തോളം സക്സസ്ഫുൾ ആകും എന്ന കാര്യത്തിൽ ഈ വ്യക്തിക്ക് ഒരു സംശയം ഉള്ളത് കൊണ്ടാണ് ഇപ്പോഴും ഈ വ്യക്തി നിങ്ങളോടൊന്നും തുറന്നു പറയാത്തത് കേട്ടോ. അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഇതുവരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും അനുഗ്രഹിച്ചു തരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളുടെ വ്യക്തി എത്രയും പെട്ടെന്ന് നിങ്ങളുമായിട്ട് വന്നു ചേരും. നിങ്ങളുമായിട്ട് അടുത്ത